സെർവിക്കൽ ക്യാൻസർ എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് കോഴഞ്ചേരി പൊയ്യാനിൽ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രെറ്റിക് പ്ലസ് ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ പ്രമീള ഫിലിപ്പാണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് സെക്ഷൻ. താങ്ക് യു. ഡോക്ടർ, എന്താണ് HPV ഇൻഫെക്ഷൻ? HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് പാപ്പിലോമ വൈറിഡിയെ ഫാമിലിയിൽപ്പെട്ട ഒരു DNA വൈറസാണ്. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു സാധാരണ വൈറൽ ഇൻഫെക്ഷനാണിത്. 200-ൽ പരം HPV വൈറസ് ടൈപ്സ് ഉണ്ട്. എല്ലാ HPV ടൈപ്സും പ്രശ്നകാരികളല്ല. വൈറൽ ഇൻഫെക്ഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് HPV വൈറസിനെ ലോ റിസ്ക്, ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. ലോ റിസ്ക് ഗ്രൂപ്പിൽ മെയിനായിട്ട് വരുന്നത് 1, 2, 9, 11 HPV ടൈപ്സ് ആണ്. ഇത് മെയിനായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വാർഡ്സ്, അതായത് അരുമ്പാറ ഉണ്ടാക്കുന്നു. ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നത് HPV 16, 18, 31 and 45. ഇത് മെയിനായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസാണ്. അതുകൊണ്ട് ഓങ്കോജനിക് വൈറസ് അല്ലെങ്കിൽ കാർസിനോജനിക് വൈറസ് എന്നാണ് ഈ ഗ്രൂപ്പിനെ പറയുന്നത്. ഡോക്ടർ, എങ്ങനെയാണ് HPV ഇൻഫെക്ഷൻ പകരുന്നത്? ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് അസുഖമാണ്. HPV ഇൻഫെക്ഷനുള്ള ആളുമായി ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ ഈ ഇൻഫെക്ഷൻ അവർക്കും കിട്ടാം. HPV ഇൻഫെക്ഷനുള്ള മദറിൽ നിന്നും, അമ്മയിൽ നിന്നും കുഞ്ഞിനും ഈ അസുഖം ബാധിക്കാവുന്നതാണ്. ഗർഭിണിയായിരിക്കുമ്പോഴും അതിനുശേഷവും ഇത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടാകുക, പെർവേർട്ടഡ് സെക്ഷൽ ബിഹേവിയർ, പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ, അതായത് രോഗ പ്രതിരോധ ശക്തി കുറഞ്ഞവർക്ക്, സിഗരറ്റ് സ്മോക്കിംഗ്, ഇങ്ങനെയുള്ളവർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഒത്തിരി കൂടുതലാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൊണ്ട്, അതായത് സമ്പർക്കം മൂലം HPV ഇൻഫെക്ഷനുള്ള ആളുമായിട്ട് അടുത്തിടപഴകുമ്പോൾ ആണ് ഈ രോഗം പകരുന്നത്. ഡോക്ടർ, ഈ HPV ഇൻഫെക്ഷൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷന് രോഗലക്ഷണങ്ങളില്ല. 90% ആളുകളിലും ഇത് 2 വർഷത്തിനകം അവരുടെ രോഗപ്രതിരോധ ശക്തി അനുസരിച്ച് രോഗമുക്തി നേടുന്നതാണ്. 10% ആളുകളിൽ ഈ രോഗം പ്രോഗ്രസ് ചെയ്യുകയും അത് ലോ റിസ്ക് ഗ്രൂപ്പ് വൈറസ് ആണോ ഹൈ റിസ്ക് ഗ്രൂപ്പ് വൈറസ് ആണോ എന്നതിനനുസരിച്ച് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ലോ റിസ്ക് ഗ്രൂപ്പ് വൈറസിൽ മെയിനായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അരുമ്പാറ അല്ലെങ്കിൽ വാർഡ്സ്, കാലിൽ വരികയാണെങ്കിൽ പ്ലാന്റാർ വാർഡ്, പ്രൈവറ്റ് പാർട്സ്, അതായത് ജെനിറ്റൽ ഏരിയ വരുവാണെങ്കിൽ ജെനിറ്റൽ വാർഡ്സ്, ലാരിങ്സ്, ത്രോട്ട് വരികയാണെങ്കിൽ ലരിഞ്ചൽ പാപ്പിലോമ. ഹൈ റിസ്ക് വൈറസ് മെയിനായിട്ട് ക്യാൻസറാണ് ഉണ്ടാക്കുന്നത്. ക്യാൻസർ സെർവിക്സ്, ഗർഭാശയ മുഖ ക്യാൻസർ, ക്യാൻസർ വൾവ, വജൈന, എയിനസ്, മൗത്ത്, വായിലെ ക്യാൻസർ, ക്യാൻസർ പെനീസ്, ത്രോട്ട് ക്യാൻസറാണ് മെയിനായിട്ട് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിൽ HPV ഇൻഫെക്ഷൻ ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടതായി വരുന്നത് എന്തുകൊണ്ടാണ്? വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പേ ഈ വൈറസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ വേണ്ട പ്രിക്കോഷൻസ് എടുത്തു. ഇന്ത്യയിൽ ഇപ്പോൾ ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ ജീവിത രീതികൾ മാറിയതുകൊണ്ടാണ് ഈ വൈറസിന് ഇത്ര പ്രാധാന്യമേറിയത്. ഏർലി പ്യൂബർട്ടി, ഇപ്പോൾ പെൺകുട്ടികൾക്ക് 9 വയസ്സ് 10 വയസ്സാവുമ്പോൾ പീരിയഡ് ആവുന്നു, മെൻസസ് ആവുന്നു. അതോടൊപ്പം സെക്ഷുവൽ ഡെവലപ്മെൻറ്റും. ജോലിക്കും പഠിത്തത്തിനുമായി വിദൂര സ്ഥലങ്ങളിൽ കുട്ടികൾക്കും മാറി താമസിക്കേണ്ടതായി വരുന്നു. പേരൻസിന് അവരുടെ മേലുള്ള കൺട്രോൾ കുറയുന്നു, സ്വാതന്ത്ര്യം കൂടുതലായി കിട്ടുന്നു. പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ജോലിയും വരുമാനവും ഉള്ളതുകൊണ്ട് പേരൻസിനെ ആശ്രയിക്കേണ്ട ഒരാവശ്യം അവർക്ക് വരുന്നില്ല. ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം, അമിത ഉപയോഗം, ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന തെറ്റായ ഐഡിയകൾ, തെറ്റായ മെസ്സേജുകൾ, പിന്നെ എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. ഇപ്പോൾ കണക്ടിവിറ്റി കൂടുതലാണ്. അതിനാൽ ചതിക്കുഴികളിൽ വീഴാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരി കൂടുതലാണ്. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, പ്രീമാരിറ്റൽ സെക്സ്, ലിവിങ് ടുഗദർ, അങ്ങനെ പലതും. പിന്നെ അനുകരണം, ഇമിറ്റേഷൻ, വിദേശ രാജ്യങ്ങളുടെ ജീവിത രീതികൾ വേണ്ടത്ര സെക്സ് എഡ്യൂക്കേഷനോ പ്രിക്കോഷനോ കൂടാതെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കൂടുതലായും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷന് ഇന്ത്യ ഗവൺമെൻറ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു.
ഈ അസുഖം നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കുന്നത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് പാസ്മിയർ ടെസ്റ്റ് മൂലമാണ്. സെർവിക്സിൽ നിന്നും, അതായത് ഗർഭാശയ മുഖത്ത് നിന്നും സെൽസ് കളക്ട് ചെയ്തിട്ട് സ്മിയർ ഉണ്ടാക്കി അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. രണ്ടാമത്തെ മെത്തേഡ് HPV ടെസ്റ്റാണ്. വൈറസിനെ തന്നെ കണ്ടുപിടിക്കുക. RNA ടെസ്റ്റ്, DNA ടെസ്റ്റ് വഴിയും ഈ HPV വൈറസിനെ നമുക്ക് കണ്ടുപിടിക്കാം. RNA ടെസ്റ്റും DNA ടെസ്റ്റും മെയിനായിട്ട് മെയിൽസിലാണ് ഉപയോഗിക്കുന്നത്. ഈ ടെസ്റ്റ് വഴി നമുക്ക് ഏത് ടൈപ്പ് വൈറസാണ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെൽസിൽ ഡാമേജ് വരുന്നതിന് മുന്നായിട്ട് DNA RNA ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും അസുഖം പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും കഴിയും. ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കാൻ സാധിക്കുന്നത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. കോണ്ടംസ് നമ്മൾ ഉപയോഗിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിർബന്ധമായും കോണ്ടംസ് ഉപയോഗിച്ചിരിക്കണം. ഒരു പരിധിവരെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനെ പ്രതിരോധിക്കാൻ കോണ്ടംസിൻ്റെ ഉപയോഗം നമുക്ക് സഹായിക്കും. സേഫ് സെക്സ് പാലിക്കുക. അതായത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിലധികം ലൈംഗിക പങ്കാളികൾ ഉണ്ടാവുക. പ്രകൃതിവിരുദ്ധ സെക്ഷൽ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യുക. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം വാക്സിനേഷൻ എടുക്കുകയാണ്. HPV വാക്സിൻ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ബൈവാലൻ്റ് വാക്സിനും ക്വാഡ്രിവാലൻ്റ് വാക്സിനും. ബൈവാലൻ്റ് വാക്സിൻ മെയിനായിട്ട് 2 ടൈപ്പ് വൈറസ്, അതായത് HPV 16ഉം 18നെയും പ്രതിരോധിക്കാനായിട്ടുള്ളതാണ്. അത് അവൈലബിൾ ആയിട്ടുള്ളത് സെർവാരിക്സ് വാക്സിനാണ്. ക്വാഡ്രിവാലൻ്റ് വാക്സിൻ 4 ടൈപ്പ് HPV വൈറസിനെ പ്രതിരോധിക്കാനുള്ളതാണ്. HPV 9, 11, 16 ആൻഡ് 18 ടൈപ്പ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗാഡാസിൽ ആൻഡ് സെർവാവാക്സ്. സെർവാവാക്സ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഇന്ത്യയിൽ തന്നെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിനാണ്. ഇത് 9 മുതൽ 15 വയസ്സുള്ള പെൺകുട്ടികൾക്ക് 6 മാസം ഇൻ്റർവെൽ 2 ഡോസ് കൊടുക്കണം. 15 വയസ്സിന് ശേഷം 3 ഡോസ് വാക്സിൻ 6 മാസം ഇൻ്റർവെല്ലിൽ കൊടുക്കണം. 25 വയസ്സിന് ശേഷം ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് അധികം പ്രയോജനമില്ല. അതുപോലെ തന്നെ HPV ഇൻഫെക്ഷൻ വന്ന ആളുകൾക്കും ഈ വാക്സിൻ എടുത്തുകൊണ്ട് പ്രയോജനമില്ല. മെയിൽസിനും വാക്സിൻ കൊടുക്കാം. വിദേശ രാജ്യങ്ങൾ പലയിടത്തും, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ മെയിൽസിനും HPV വാക്സിൻ കൊടുക്കുന്നുണ്ട്. ക്യാൻസർ, പെനീസ്, എയ്നൽ ക്യാൻസർ, മൗത്ത് ക്യാൻസർ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഇന്ത്യയിൽ മെയിനായിട്ട് പെൺകുട്ടികൾക്ക് മാത്രം 9 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ അത് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ അപ്പോൾ ഐഡിയലി ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും? ദർ ഈസ് നോ ട്രീറ്റ്മെൻറ്റ് ഫോർ HPV വൈറസ്. HPV വൈറസ് മൂലം വരുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ലോ റിസ്ക് ഗ്രൂപ്പ് ആണെങ്കിൽ പറഞ്ഞ പോലെ വാർഡ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അരുമ്പാറ അത് ട്രീറ്റ് ചെയ്യുക. ഹൈ റിസ്ക് ഗ്രൂപ്പിൽ മെയിൻലി ക്യാൻസറാണ് വരുന്നത്. ഏത് ക്യാൻസറാണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാതെ അതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് HPV ഇൻഫെക്ഷൻ ഇല്ല. പ്രിവെൻഷനാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്താണ് ഈ മിഷൻ 2030 എന്ന് പറയുന്നത്? ഇത് WHO ഒരു നോവൽ പ്രോഗ്രാമാണ് മിഷൻ 2030. 2030 ആകുമ്പോഴേക്കും ക്യാൻസർ സെർവിക്സ് ബാധിച്ച സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി ലോകമെമ്പാടും കുറയ്ക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മിഷൻ 2030 WHO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാന ലക്ഷ്യങ്ങൾ: 1, 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക്, അതായത് 9 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് 6 മാസം ഇടവിട്ട് 2 ഡോസ് വാക്സിൻ കൊടുക്കുക. 35 വയസ്സും 45 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 70% സ്ത്രീകൾക്ക് പാസ്മിയർ ടെസ്റ്റ് ചെയ്യുക. ക്യാൻസർ സെർവിക്സ് ബാധിച്ച 90% സ്ത്രീകൾക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ 2030 കൂടി വേൾഡിലെ തന്നെ ക്യാൻസർ സെർവിക്സ് ഇൻസിഡൻസ് കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് ഇന്ത്യ ഗവൺമെൻറ്റും വാക്സിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതും സെർവാവാക്സ് സബ്സിഡൈസ്ഡ് പ്രൈസിൽ നൽകുന്നതും
ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇത് ഉൾപ്പെടുത്തുന്നതും ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി 9 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് HPV വാക്സിൻ കൊടുക്കുക, അല്ലെങ്കിൽ വാക്സിൻ എടുക്കുക. അങ്ങനെ മിഷൻ 30 ഒരു സക്സസ്ഫുൾ ആകാനായി, ഒരു വൻ വിജയമാക്കി മാറ്റാനായി നമുക്കേവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. താങ്ക് യു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. ഇപ്പം നമുക്ക് ഐഡിയലി നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് HPV ഇൻഫെക്ഷന് ഒരു വാക്സിനേഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസർ തന്നെ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ പെൺകുട്ടികൾ 9 to 25 ഇയേഴ്സ് ഏജിനകത്തുള്ള 2 ഡോസ് വാക്സിനേഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു തീരുമാനം തന്നെയാണ്. ഈ ഒരു സെക്ഷൻ ഇത്ര ഇൻട്രാക്റ്റീവായി പ്ലസ് ഇൻഫോർമേറ്റീവ് ആക്കി തന്ന ഡോക്ടർ പ്രമീള ഫിലിപ്പ് മാമിന് എൻ്റെ സിൻസിയറായിട്ടുള്ള താങ്ക്സ് നമ്മുടെ ചാനലിൻ്റെ വകയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.